ഇല്ലാത്തൊരു കാര്യത്തെപ്പറ്റി ഷോൺ ജോർജ് പരാതി നൽകുന്നു. ആ പരാതി 5Ws ഇല്ലാതെ മനോരമ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനോരമ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ പരാതി കൊടുത്ത ഷോൺ ജോർജ് വാർത്താ സമ്മേളനം വിളിക്കുന്നു, അല്ലെങ്കിൽ ആ വാർത്തയുടെ പിന്നാലെ ഓടുന്നു. അപ്പോൾ ഇതെല്ലാം യാതൊരു ലോജിക്കുമില്ല. ഒരാൾ തെറ്റായ ആരോപണം ഉന്നയിച്ച് ഒരു പരാതി കൊടുക്കുക, ആ പരാതിയുടെ മേലെ അന്വേഷണം നടത്തുന്നു SFIO എന്ന് പറഞ്ഞ് മലയാള മനോരമ ലീഡ് വാർത്ത കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മനോരമയുടെ ലീഡ് വാർത്തയിന്മേൽ ഷോൺ ജോർജ് തന്നെ അത് സാധൂകരിക്കപ്പെട്ടു എന്നുള്ള നിലയിൽ വാർത്താ സമ്മേളനം നടത്തുക എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരുപക്ഷെ എല്ലാവരെയും സമൂഹത്തെ ആകെ കബളിപ്പിക്കുന്ന രീതിയിലാണ് ഈ കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സാധ്യമാവുക? നോക്കൂ, നമ്മൾ ഇത് രാവിലെ തത്സമയം കാണിക്കല്ലേ, അങ്ങനെ ഒരാൾ വളരെ ലോജിക്കൽ അല്ലാത്ത, യാതൊരു വസ്തുതയില്ലാത്ത ഒരു കാര്യം വിളിച്ചു പറയുമ്പോൾ നമ്മുടെ സമയമല്ലേ നഷ്ടപ്പെടുത്തുന്നത്? BJPയുടെ നേതാവ് പരാതി കൊടുക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ഒരു UDFന്റെ പത്രം അത് റിപ്പോർട്ട് ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം BJPയുടെ നേതാവ് തന്നെ വാർത്താ സമ്മേളനം നടത്തി അത് ആധികാരികമായി സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു യുക്തിയുമില്ലാത്ത ഒരു സങ്കരവർഗ ആരോപണമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. നാളെ ഇത്തരം വാർത്തകളിലാണ് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നതെന്ന് പ്രേക്ഷകർ ധരിക്കുകയും പ്രേക്ഷകർക്ക് വിശ്വാസക്കുറവ് മാധ്യമങ്ങളോട് ഉണ്ടാവുകയും ചെയ്യുന്നൊരു കാലം ഉണ്ടാവും.